കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അതികായന്മാരിൽ ഒരാളും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനുമായ CJ റോയിയുടെ വിയോഗം ബിസിനസ് ലോകത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒന്നായിരുന്നു. ഒരു സാധാരണ പ്രവാസി മലയാളിയിൽ നിന്ന് കോടികളുടെ വിറ്റുവരുമാനമുള്ള അന്താരാഷ്ട്ര ബിസിനസ് ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് വളർന്ന അദ്ദേഹത്തിന്റെ ജീവിതം പലർക്കും പ്രചോദനമായിരുന്നു. എന്നാൽ ആ ജീവിതത്തിന്റെ അന്ത്യം തികച്ചും അപ്രതീക്ഷിതവും ദുരൂഹതകൾ നിറഞ്ഞതുമായി മാറി. ഇപ്പോൾ പുറത്തുവരുന്ന ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ഈ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ സഹായിക്കുന്നവയാണ്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ദക്ഷിണേന്ത്യയിലെ തന്നെ മുൻനിര റിയൽ എസ്റ്റേറ്റ് ബ്രാൻഡാക്കി മാറ്റിയത് CJ റോയിയുടെ ദീർഘവീക്ഷണമായിരുന്നു. ദുബായിലെ ബിസിനസ് പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച അദ്ദേഹം വീട് നിർമ്മാണം കേവലം കല്ലും സിമന്റും മാത്രമല്ല, അതൊരു സ്വപ്നമാണെന്ന് വിശ്വസിച്ചു. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി തലചായ്ക്കാൻ ഇടമൊരുക്കിയ റോയി സ്പോർട്സ്, സിനിമ തുടങ്ങിയ മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ജൈത്രയാത്രയ്ക്കിടെ സംഭവിച്ച മരണം അതുകൊണ്ട് തന്നെ അവിശ്വസനീയമായി പലരും കാണുന്നു. അന്വേഷണ സംഘത്തിന് ലഭിച്ച CJ റോയിയുടെ ആത്മഹത്യാക്കുറിപ്പ് കേവലം ഒരു വികാര പ്രകടനം മാത്രമല്ല, മറിച്ച് ഒരു ബിസിനസ് വിൽപത്രം കൂടിയാണ്. തന്റെ വിയോഗത്തിന് ശേഷം തന്റെ സ്ഥാപനത്തിന് എന്ത് സംഭവിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ഈ കുറിപ്പ് വ്യക്തമാക്കുന്നു. തന്റെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും താൻ എടുത്ത കടുത്ത തീരുമാനത്തിന് അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ താൻ നേരിട്ട മാനസിക സംഘർഷങ്ങൾ ആ വരികളിൽ നിഴലിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യക്തിക്ക് തന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുപിരിയേണ്ടി വരുന്നതിലെ വേദന കുറിപ്പിലുടനീളം പ്രകടമാണ്. ബിസിനസ് രംഗത്ത് തന്റെ പിൻഗാമികൾ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് റോയിക്ക് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. തന്റെ അസാന്നിധ്യത്തിൽ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആർക്കൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും ചുമതലയെന്നും നിർണായക തീരുമാനങ്ങൾ ആരെടുക്കണമെന്നും അദ്ദേഹം കുറിപ്പിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഇതൊരു സ്ഥാപനത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കാൻ അദ്ദേഹം നൽകിയ അവസാനത്തെ നിർദ്ദേശമാണ്. തന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ജീവനക്കാരെയും അദ്ദേഹം ആദരവോടെ സ്മരിക്കുന്നു. വർഷങ്ങളായി തന്നോടൊപ്പം നിന്ന വിശ്വസ്തരായ ജീവനക്കാരെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുതെന്നും അവരെ കരുതലോടെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം തന്റെ പിൻഗാമികളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ബിസിനസ് ഉടമയും ജീവനക്കാരും തമ്മിലുള്ള ബന്ധത്തിനപ്പുറം ഒരു കുടുംബം എന്ന രീതിയിലുള്ള സമീപനമാണ് അദ്ദേഹം എപ്പോഴും പുലർത്തിയിരുന്നത് എന്നതിന് തെളിവാണ് ഈ വരികൾ. CJ റോയിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് സാമ്പത്തിക സമ്മർദ്ദങ്ങളാണ്. ഇതിനെക്കുറിച്ച് കുറിപ്പിൽ വിശദമായ പരാമർശങ്ങൾ ഉണ്ടെന്നാണ് സൂചന. ആർക്കൊക്കെ പണം നൽകാനുണ്ട്, എവിടെ നിന്നൊക്കെ പണം ലഭിക്കാനുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ സഹായകമാകും. തന്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഭാര്യയുമായി പങ്കുവയ്ക്കാറുണ്ടെന്ന് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. തന്റെ ബിസിനസ്സിലെ സാമ്പത്തിക രഹസ്യങ്ങളെക്കുറിച്ച് ഭാര്യയ്ക്ക് പൂർണ്ണമായ അറിവുണ്ടെന്നും അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നു. പോലീസ് അന്വേഷണം ഇപ്പോൾ കുറിപ്പിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും നീങ്ങുന്നത്. ഇതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡുകൾ അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു. വർഷങ്ങളായി കെട്ടിപ്പടുത്ത സൽപ്പേരിന് കളങ്കമേൽക്കുമോ എന്ന ഭയമാണോ ഇത്തരം ഒരു തീരുമാനത്തിന് പിന്നിലെന്ന് പോലീസ് പരിശോധിക്കുന്നു. റെയ്ഡുമായി ബന്ധപ്പെട്ട രേഖകളും ആത്മഹത്യാക്കുറിപ്പിലെ സാമ്പത്തിക വിവരങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സാമ്പത്തിക വിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് വിശകലനം ചെയ്യും. ബിസിനസ് രംഗത്തെ ശത്രുതയോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയതാണോ എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ ആരുടെയെങ്കിലും പേരുകൾ പരാമർശിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷണ സംഘം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കേരളത്തിലെയും ബംഗളൂരുവിലെയും നിരവധി പ്രൊജക്ടുകൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റേതായി നടന്നു വരുന്നുണ്ട്. ചെയർമാന്റെ അസാന്നിധ്യം ഈ പ്രൊജക്ടുകളെ ബാധിക്കുമോ എന്ന ആശങ്ക ഉപഭോക്താക്കൾക്കിടയിലുമുണ്ട്. എന്നാൽ റോയിയുടെ കുറിപ്പിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കുടുംബത്തിന്റെയും മാനേജ്മെന്റിന്റെയും തീരുമാനം. ജീവനക്കാരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നതായിരിക്കും പുതിയ നേതൃത്വത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. CJ റോയിയുടെ മരണം കേരളത്തിലെ ബിസിനസ് ലോകത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹം കെട്ടിപ്പടുത്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നത് വെറും കമ്പനിയല്ല, മറിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീങ്ങുമെന്നും അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്ന പ്രസ്ഥാനം തളരാതെ മുന്നോട്ട് പോകുമെന്നും കരുതാം. അന്വേഷണ സംഘം റോയിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുന്നതോടെ കുറിപ്പിലെ പൂർണ്ണ രൂപം പുറത്തു വന്നേക്കാം. അത് ബിസിനസ് ലോകത്തിന് ഒരു വലിയ പാഠമായിരിക്കും. എത്ര വലിയ വിജയങ്ങൾ നേടിയാലും വ്യക്തിപരമായ സമാധാനവും സുരക്ഷിതത്വവും എത്രത്തോളം പ്രധാനമാണെന്നാണ് പാഠം. ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ബാഹ്യ സമ്മർദ്ദങ്ങൾ എത്രത്തോളം കഠിനമാണെന്ന് ഈ സംഭവം അടിവരയിടുന്നു. ആദായനികുതി റെയ്ഡ് പോലുള്ള നടപടികൾ സാമ്പത്തികമായതിനേക്കാൾ ഉപരിയായി റോയിയെ പോലുള്ള അന്തസ്സോടെ ബിസിനസ് ചെയ്തിരുന്ന വ്യക്തിയെ മാനസികമായി തളർത്തിയിരിക്കാം. തന്റെ സൽപ്പേരിന് കോട്ടം തട്ടുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നുവെന്ന് ആത്മഹത്യാക്കുറിപ്പിലെ വരികൾ സൂചിപ്പിക്കുന്നു. മിക്ക ആത്മഹത്യകളും പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ റോയിയുടെ കാര്യത്തിൽ അത് വളരെ ആസൂത്രിതമായ ഒരു
എക്സിറ്റ് സ്ട്രാറ്റജി പോലെയാണ് കാണപ്പെടുന്നത്. ബിസിനസ് രേഖകൾ കൃത്യമായി വെളിപ്പെടുത്തിയതും ഭാര്യയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയതും വിശ്വസ്തരായ ജീവനക്കാരെ സംരക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചതും അദ്ദേഹം തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല, മറിച്ച് എല്ലാം സുരക്ഷിതമാക്കിയ ശേഷം മടങ്ങാനാണ് ആഗ്രഹിച്ചതെന്നും വ്യക്തമാക്കുന്നു. പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ കത്തിന്റെ ആധികാരികതയും അതിൽ പരാമർശിച്ചിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളിലെ പൊരുത്തക്കേടുകളുമാണ്. IT റെയ്ഡിന് പിന്നിൽ ആരുടെയെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നതും ബിസിനസ് എതിരാളികളുടെ ഇടപെടലുകളും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ തന്റെ സാമ്രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ പ്ലാൻ നൽകിക്കൊണ്ടുള്ള ഈ വിടവാങ്ങൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠതയുടെ അവസാന അടയാളമായി മാറുന്നു.